അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മനുഷ്യനെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് തെറ്റിച്ച് കളയുകയും വ്യതിചലിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒട്ടേറെ വിനോദങ്ങളും അതേപോലെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം ലഭിക്കുന്നത്, അവൻ്റെ മനസ്സുകൾ ശാന്തമാകുന്നത് അവൻ ദൈവസ്മരണയിലേക്ക് വരുമ്പോഴാണ്. എന്നാൽ സമാധാനത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയുമാണ് പലപ്പോഴും മനുഷ്യൻ ഇത്തരം മാധ്യമങ്ങളുടെ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെയും അതേപോലെയുള്ള വിനോദങ്ങളുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഭ്യമാകുന്നു എന്ന് തോന്നുന്ന ശാന്തിയും സമാധാനവും അത് നശ്വരമാണ് എന്നും അതിന് സ്ഥായി ഭാവമില്ല എന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരു വിശ്വാസിക്ക് മാത്രമാണ്. ഇവിടെ അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഒരു വിനോദ മാധ്യമങ്ങളുടെ, അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യ ശ്രാവ്യ വിനോദ മാധ്യമങ്ങളുടെ ഒരു സാർവത്രികത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഒരു വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, ആ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢത അവൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ആരംഭിക്കുന്ന അവസരത്തിൽ തന്നെ ഇത്തരം വിനോദങ്ങളുടെ, അള്ളാഹു നിഷിദ്ധമാക്കിയ രീതിയിലുള്ള ഉപകരണ സംഗീതത്തിൻ്റെയും മറ്റും അകമ്പടിയോടുകൂടെയുള്ള ഇത്തരം വിനോദങ്ങളുടെ നശ്വരതയും നൈമിഷികതയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുക എന്നത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായും അവൻ ആസ്വാദനം കണ്ടെത്തുന്ന മേഖലകൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമതായി പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തീർച്ചയായും അത് മനസ്സിന് വളരെയേറെ സന്തോഷം നൽകുന്നതും വളരെയേറെ ആസ്വാദ്യകരവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതുപോലെ ലൈസ മിന്നാ മൻ തഅന്ന ബിൽ ഖുർആൻ, തീർച്ചയായും ഖുർആൻ അത് രാഗാർദ്രമായി ഈണത്തിൽ പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. സയ്യിനു അൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങൾ ഖുർആനിനെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഭംഗിയാക്കുക. അപ്പോൾ ഒന്ന് ഖുർആനുമായി ഒരു വിശ്വാസിയുടെ അടുപ്പം, ഖുർആനുമായിട്ടുള്ള വിശ്വാസിയുടെ അടുപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആസ്വാദ്യകരമായ ഒരു അനുഭവമാണെന്നർത്ഥം. രണ്ടാമതായി ദിക്റാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക ദൈവസ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. തീർച്ചയായും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാഥനായ, അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ എന്നത് മറ്റെന്തിനേക്കാളും ഒരു വിശ്വാസിക്ക് ആസ്വാദ്യകരമാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ദിക്റുകളെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്നായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമികമായ ഗാനങ്ങളാണ്. ഇസ്ലാമികമായ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ യാതൊരുവിധ അധാർമികതകളുമില്ലാത്ത, ഉപകരണ സംഗീതങ്ങളിൽ നിന്നും അകമ്പടിയില്ലാത്ത, ശാന്തമായിക്കൊണ്ടുള്ള ഇസ്ലാമികമായ ഗാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ബിൻ സാബിത്തിനെ പോലെയുള്ള സ്വഹാബിമാർക്ക് അഭിനന്ദനങ്ങൾ നൽകിയ ഒരു മേഖലയും കൂടിയാണ്. ഇസ്ലാം ഒട്ടേറെ ആക്ഷേപിക്കപ്പെട്ട അവസരത്തിൽ, വിമർശിക്കപ്പെട്ട അവസരത്തിൽ ആ വിമർശനങ്ങൾക്ക് കവിതയിലൂടെ മറുപടി നൽകിയവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിനന്ദനങ്ങൾ നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആസ്വാദ്യകരമായ മേഖലകൾ ഒട്ടേറെ ഉണ്ട് എന്നതാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനോദങ്ങൾക്ക് തന്നെ, അനുവദനീയമായ വിനോദങ്ങൾക്ക് തന്നെ പ്രോത്സാഹനം നൽകിയത് നീന്തൽ പോലെയുള്ള, അമ്പെയ്ത്ത് പോലെയുള്ള, കുതിരസവാരി പോലെയുള്ള ഒട്ടേറെ വിനോദങ്ങളെ, കായികമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. മറിച്ച് ഇവയിലൊന്നും യാതൊരു രീതിയിലുള്ള ആസ്വാദനവും അനുഭൂതിയും ദർശിക്കാൻ നമുക്ക് സാധ്യമാവാതെ വരികയും, മറിച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന വിനോദങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാനിൻ്റെ ദൗർബല്യമാണത് സൂചിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് യഥാർത്ഥമായ ആസ്വാദനത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.